സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമോ എന്നൊരു ചോദ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണമായിരുന്നു സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്നത്. അതിനുശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സന്നദ്ധ കേന്ദ്രവുമായി അറിയിച്ചിരുന്നു എന്തൊക്കെയാണ് വേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചിരുന്നു. എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന 100% ഉറപ്പുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നിഗമനം. ക്യാബിനറ്റ് പദവിയോ സഹമന്ത്രി സ്ഥാനമോ എന്നത് പിന്നീട് തീരുമാനിക്കും. അതായത് ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ സഹമന്ത്രി, ഇപ്പോൾ നമുക്കുള്ളതൊക്കെ തന്നെ രണ്ടുപേരുണ്ടായിരുന്നു മുൻ മന്ത്രിസഭയിൽ, രണ്ടുപേരും സഹമന്ത്രിമാരായിരുന്നു. അതുപോലെയുള്ള സഹമന്ത്രി ആയിരിക്കുമോ അതോ നേരിട്ട് ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയരുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഘടകകക്ഷികളടക്കമുള്ളവരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ ക്യാബിനറ്റ് മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി എത്തുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും കെ സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകും. ഒഴിവ് വരുന്ന മുറയ്ക്കാണ് നൽകുക. രാജ്യസഭയിലേക്ക് പോയാലും സംസ്ഥാന പ്രസിഡന്റ് പദവി രാജിവെക്കേണ്ട എന്നാണ് മനസ്സിലാകുന്നത്. 2 പദവികളും ഒന്നിച്ചു കൊണ്ടുപോകാമെന്നും കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 70,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത്. കേരളത്തിൽ BJPയുടെ ആദ്യത്തെ വിജയവും. തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിപ്പിക്കാൻ CPM BJP ധാരണ ഉണ്ടായിരുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ച് വരുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഈ സംശയം കൂടുതൽ ബലപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. വോട്ട് ചോർച്ച UDF ക്യാമ്പിൽ നിന്നാണ് കൂടുതലും എങ്കിലും ഇടത് കേഡർ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയതും ചില ശക്തി കേന്ദ്രങ്ങളിലെ ചോർച്ചയും UDF ആരോപണത്തിന് കരുത്ത് പകരുന്നുണ്ട്. ED കേസുകൾ ചൂണ്ടിക്കാട്ടി പിണറായി വിജയനെയും CPMനെയും വരുതിയിലാക്കാൻ BJPക്കും സാധിച്ചു എന്നാണ് പ്രധാന ആക്ഷേപം. തൃശൂരിൽ പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ തോറ്റതിൽ സംശയം പ്രകടിപ്പിച്ച് സംയുക്ത അന്വേഷണം വേണമെന്ന ആവശ്യവും CPI മുന്നോട്ട് വെക്കുകയാണ്. ഇത് സംബന്ധിച്ച ജനറൽ സെക്രട്ടറി T രാജ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായും കൂടിക്കാഴ്ച നടത്തി. വോട്ടെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളെ കണ്ടിരുന്നു. പുതുതായി ചേർത്ത വോട്ടുകളിൽ CPM കേഡർ വോട്ടുകൾ അടക്കം ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും പോൾ ചെയ്യാത്തതും CPM ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും സംഘടിതമാണ് എന്നാണ് കരുതുന്നത്. പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായ വീഴ്ചകളും സംയുക്തമായി അന്വേഷിക്കണമെന്നാണ് CPI ഉന്നയിക്കുന്ന ആവശ്യം. ഇക്കാര്യത്തിൽ CPM നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ BJPയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രശംസിച്ചതും വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച തുറന്നു സമ്മതിച്ചതുമൊക്കെ തോൽവിയുടെ ആഘം കൂട്ടി എന്നാണ് CPIയുടെ ആരോപണം.